ഇവരെ പോയി തപ്പിപ്പിടിക്കുന്ന കാര്യം നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം. ചേച്ചി ഒരു കിലോ അരി തന്നെ ചേച്ചി, ഒരു കിലോ അരി. റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുപിള്ളക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവരെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്നു നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവര് തെറി വിളിക്കുന്നൊന്നുമില്ല ചേച്ചി, അങ്ങോട്ട് എഴുതുന്നതേ ഉള്ളൂ. അവരത് എഴുതി വിടുന്നതേ ഉള്ളൂ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നില്ല തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ ക്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ നാളുകളായി ഫാമിലി ബ്ലോഗേഴ്സിന് മോശമായി കമൻറ്റുകൾ കൊണ്ട് അസഭ്യ വർഷങ്ങൾ പ്രഹരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ദീപ്തിയൊക്കെ നമ്മുടെ VR ഇൻ ലവ് നേരിട്ട് പോയി പൊക്കിയിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഇതിനു മുമ്പ് ഇവരെ മറ്റു പലരും എക്സ്പോസ് ചെയ്തതാണ്. ദീപ്തി ടീച്ചറൊക്കെ ഇവരെ പുറത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിലേക്കൂടെ കടക്കുന്നതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോ കൊണ്ട് പറയുന്നു, നമ്മളുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ വരാൻ പോവുകയാണ്. ഈ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളിലേക്കും കൂടെ എൻ്റെ ഒരു സമ്മാനം, ഒരു സന്തോഷം തരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ പോകാനുള്ള വീഡിയോയിൽ നമ്മൾ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണുക, എന്താണുള്ള അപ്ഡേറ്റ് എന്നുള്ളത് അതിൽ പറയും. പറ്റുന്നവരെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ഗിഫ്റ്റൊന്നുമല്ല, ഒരു ചെറിയ സമ്മാനം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇവരെ പോയി തപ്പിപ്പിടിക്കുന്ന കാര്യം നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം. ചേച്ചി ഒരു കിലോ അരി തന്നെ ചേച്ചി, ഒരു കിലോ ചേച്ചിക്ക് അവരെ അറിയാം. ചേച്ചി അവരെ കണ്ടപ്പോൾ ചേച്ചി ഒന്ന് ഞെട്ടി. എന്നെ പിടിക്കാൻ വന്നതാണോ, നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചി അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥിരമായിട്ട് ഈ ചേച്ചിക്ക് 2 ഐഡികളുണ്ട്. ഒരു ഐഡിയയിൽ ഈ ചേച്ചി വളരെ മാന്യമായ സഭ്യമായ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നു. മറ്റൊരു വീഡിയോയിൽ ഈ ചേച്ചിയാണെന്ന് മനസ്സിലാകാത്ത പോലെ മുഖമൊന്നും കാണിക്കാത്ത പോലത്തെ വീഡിയോകൾ ഇടുന്നു. രണ്ടിലെയും സംസാര ശൈലിക്ക് വരെ വ്യത്യാസം ഉണ്ടാക്കുന്നു. പഠിച്ച കള്ളിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചേച്ചി ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിൽ പോയി അതിലുള്ള സ്ത്രീകൾക്കെല്ലാം ഈ ചേച്ചി ഒരു കമൻറ്റ് ഇടും. ഈ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് നീളമുള്ള കമൻറ്റുകളാണ് ഈ ചേച്ചി ഇടുന്നത്. അപ്പോൾ ഈ ചേച്ചിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി ഫാമിലി വ്ളോഗേഴ്സിലെ സ്ത്രീകളുടെ വീഡിയോയിൽ, അതായത് ഫാമിലി വ്ളോഗേഴ്സ് അതിന് സ്ത്രീകൾക്ക് ഈ ചേച്ചി വലിയൊരു കഥ ഉണ്ടാക്കിയിടും. ഇവരുടെ അവിടുത്തെ ഹിതകഥകൾ പൊക്കി മറ്റൊരു മുഖനുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഈ ചേച്ചിയായിട്ട് സാങ്കല്പിച്ച് നമ്മൾ പണ്ടൊക്കെ പറയുന്ന മഞ്ഞപ്പത്രങ്ങളിലൊക്കെ വരുന്ന പോലത്തെ ഒരു കഥ ഈ ചേച്ചി ഉണ്ടാക്കിയിടും. ഇക്ലിപ്പെടുത്തുന്ന നോവലുകളിലൊക്കെ ഈ ചേച്ചിക്ക് ഭയങ്കരമായിട്ടൊരു ഭാവിയുണ്ട്. ഞാൻ വേണേൽ 2 സാമ്പിൾ കാണിച്ചു തരാം, കണ്ടോ. റാണി പി സദാശിവൻ 7445 കേട്ടോ. അപ്പം ആ പുള്ളിക്കാരി ഒരു കമന്റ് ഇട്ടു. അത് ഞാൻ കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ കരുതിയാൽ 2 മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിപ്പോഴത്തെ കുറച്ച് മാന്യതികളായ പെണ്ണുങ്ങളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ, വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകളുണ്ട്. പക്ഷെ അത് അവർക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല. കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവൂ. പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും. പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പോൾ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു. അതാണ് അതിനകത്ത് വ്യത്യാസം. വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശ് കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല. എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഗർഭം ഉണ്ടാക്കുക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ്. ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി
കൊഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല. ഇതുപോലെ ഒരു നീണ്ട പ്രബന്ധവും ലേഖനവും ഒക്കെയാണ് ചേച്ചി എഴുതുന്നത്. ഞാൻ ചേച്ചിയുടെ കമൻറ്റ് വായിച്ച് കേൾപ്പിക്കാത്തത് പൊതുവേ എനിക്ക് വായനാശീലം ഇല്ല. ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് +2 പഠിച്ചപ്പോൾ പാത്തുമ്മയുടെ ആട് വായിക്കുന്നുള്ളതുകൊണ്ടാണ്. അത് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇമാതിരി പ്രബന്ധങ്ങളൊന്നും എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ഈ ചേച്ചി മറ്റൊരാളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടതും കൂടെ ഞാൻ കാണിക്കാം. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുപിള്ളക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ മയങ്ങി നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവര് ആ കുട്ടിയുടെ ഒരു പദം ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബിൽ നിന്ന് റീച്ചാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പായസം അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഇതുപോലൊരു നീണ്ട കഥയാണ് ഈ ചേച്ചി ഇടുന്നത്. പക്ഷെ ഓരോ തവണയും ഫ്രഷ് ആട്ടോ. ഇതിനകത്ത് ചില വാക്കുകളും വാചകങ്ങളും ഒക്കെ മാത്രം റിപ്പീറ്റ് ചെയ്ത് വരുവന്നേ ഉള്ളൂ. ഈ നമ്മുടെ VRN ലവിന് ഇട്ട് കൊടുത്ത സാധനവും ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ വേണ്ടി ഒരു പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കിക്കോ. അപ്പോൾ അങ്ങനെ സമയത്ത് ഇവർ കുറേ വർഷങ്ങൾ കൊണ്ട് ഈ പുള്ളിക്കാരിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദീപ്തി ടീച്ചർ ഒരു തവണ ഇവരെ കണ്ടുപിടിച്ചു. കാരണം ഇവരുടെ ചാനൽ എപ്പോഴും ഇന്ന് മുഖം അറിയാതെ പെട്ടു. അങ്ങനെ ഇവരെ കണ്ടുപിടിച്ച് എക്സ്പോസ് ചെയ്തു. അങ്ങനെ ദീപ്തി ടീച്ചർ ഇവർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളിനി കാണുന്നത്. നമുക്കിനി ബാക്കി കാണാം. ആ നിഷ്കളങ്കമായ ചേച്ചിയുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയില്ലെങ്കിൽ ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം, വീണ്ടും വീഡിയോ കാണിക്കുന്നില്ല. നമുക്ക് ബാക്കി കാണാം. ഇവരവിടെ കയറി ഒന്നും അറിയാത്ത പോലെ സാധനം മേടിച്ചു കേട്ടോ. ഈ ചേച്ചി ഇവരെ കണ്ടപ്പോൾ അങ്ങ് ഞെട്ടി ഷോക്കായി. പിന്നെ ചേച്ചിയും ഭയങ്കരമായിട്ട് മാനേജ് ചെയ്തു. നിങ്ങൾ യൂട്യൂബർ അല്ലേ, എന്താ വേണ്ട സാധനമൊക്കെ ചോദിക്കുന്നു, അരിയൊക്കെ വേണമെന്ന് പറഞ്ഞ് അരിയൊക്കെ എടുത്ത് കൊടുക്കുന്നു. ചേച്ചിയും ഭയങ്കര സൂപ്പറായിട്ട് അത് മാനേജ് ചെയ്തു. അത് കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ VRN ലവ് ആണ് സംസാരിക്കുന്നത്. എങ്ങനെ തെറി വിളിക്കാൻ പറ്റുന്നില്ല? തെറി വിളിക്കുന്നൊന്നുമില്ല, ചേച്ചി അങ്ങോട്ട് എഴുതുന്നതേ ഉള്ളൂ. അവരത് എഴുതി വിടുന്നതേ ഉള്ളൂ. ചേച്ചി തെറി ഒന്നും വിളിച്ചിട്ടില്ല. ചേച്ചി വിളിക്കുന്ന സാധനങ്ങൾ ചേച്ചി വിളിക്കുന്നില്ല. ചേച്ചി പറയുന്നത് മൊത്തം ചേച്ചിയുടെ തലയ്ക്കകത്തുള്ളതോ അത് ചേച്ചിയുടെ ജീവിതത്തിൽ നടന്നതുമായിട്ടുള്ള സംഭവങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ട് ചേച്ചി ഒരു ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റി കാണിക്കുകയാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ചേച്ചി ഒരിക്കലും നിങ്ങളെ ചീത്ത വിളിക്കുകയൊന്നുമല്ല. ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റി ചേച്ചി കാണിക്കുന്നു. ചേച്ചി പല ഇക്കിളിപ്പെടുത്തുന്ന നോവലുകളിലൊക്കെ കഥ എഴുതാൻ കൊടുത്തിട്ട് അതൊക്കെ അവർ റിജക്റ്റ് ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചേച്ചി കണ്ടുപിടിച്ച നല്ലൊരു മാധ്യമമാണ് യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് കമൻറ്റ് എഴുതുന്നുള്ളത്. ചേച്ചി എന്ത് സൂപ്പറായിട്ടാണ് അവിഹിത കഥകൾ പറയുന്നത്. ബാക്കിയേക്കാം. ഇല്ലല്ലേ ഇഷ്ടമുണ്ട്. എനിക്ക് ഞാൻ നിൽക്കുന്ന എന്നെ ഒരു പെൺകുച്ചുണ്ടാവും. ഒരു മോനുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം എല്ലാവരും അറിയാം. നേരത്തെ കണ്ടിട്ടില്ല. എത്ര പേര് ഇവരെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിപ്പോ ഇവിടെ വന്നിട്ട് ഒത്തിരി ആയില്ല, 2 ദിവസമായേ ഉള്ളൂ. ഇതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. കാര്യം പറയാം. അത്ര അനുഭവിച്ചു 3 വർഷമായിട്ട് ഇവരെ മാത്രം അന്വേഷിച്ച് നടക്കുന്നില്ല. എനിക്ക് ഈ അഭിസ്മാനത്തിന്റെ അസുഖം കേട്ടോ. പിന്നെ അതൊക്കെ മുതലെടുത്ത് അവർക്ക് അസുഖം കൂടുതൽ വരണം. അതിനുള്ള എന്തെല്ലാം പറ്റും. നിങ്ങളുടെ വീട് എവിടെയാന്ന് പറഞ്ഞാൽ കാഞ്ചാർ എവിടെ? നിങ്ങൾക്ക് ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ കാഞ്ചാർ ആരാ ഉള്ളത്? ഇപ്പൊ അറിയില്ല. ഉപ്പറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ആണോ? അവര് പറഞ്ഞ ആളല്ല. അതായത് ഈ ഉപ്പുതറ ചോദിച്ചത് VRN ലവിൻ്റെ സ്ഥലം ഉപ്പുതറയാണ്, ചങ്ങനാശ്ശേരിയാണ്. അവർ ഉപ്പുതറയാണ് അവരുടെ സ്ഥലം. അതാണ് ചോദിച്ചത്. അവർ പറഞ്ഞു തന്ന കഥകളാണോ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. പക്ഷേ ഒരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. ഒരു കടയിൽ കയറി ചെന്നു, ഇത്രയും അധികം ഇവരെ ഉപദ്രവിച്ചൊരു സ്ത്രീയെ അവർ കണ്ടുപിടിച്ചതിന് ശേഷം വളരെ മാന്യമായ രീതിയിൽ മാത്രമാണ് അവർ ആ സ്ത്രീയോട് ഇടപഴകിയത്. മോശമായിട്ട് യാതൊരു തരത്തിലും ഇടപഴകിയിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ പ്രൂഫിന് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ നാളെ പോയിട്ടില്ല ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാലും തെളിവിന് വേണ്ടി ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്രയും ഇപ്പം എനിക്കൊരാളോട് അത്രയും വൈരാഗ്യമുണ്ട്. ആ ആളെ കാണുമ്പോൾ ഞാൻ കൊള്ളാം എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്ത് എന്നൊന്നും ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും ചാടിപ്പിടിച്ച് സംസാരിച്ച് വായി തോന്നുന്നതൊക്കെ പറയും. പക്ഷേ ഇവർ വളരെ മെച്യൂർഡായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തു. അതാണ് എനിക്കിതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ബാക്കിയും കൂടെ കേൾക്കാട്ടോ. സൂപ്പറാ. അഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രം കേസ് കൊടുത്തു ഓൾറെഡി കേട്ടോ. പിന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പം കേസ് കൊടുത്തിട്ട് ഇപ്പം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 ദിവസം മുന്നേ 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 2 ദിവ
കൗണ്ടർ വക്കീലുണ്ട് പഞ്ചായത്ത്. അപ്പൊ അവിടെ പോയി നമ്മൾ ചെയ്തപ്പോൾ ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാണ് ഇവരെ എത്തുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വായി തോന്നിയ പച്ച അപരാധം വിളിച്ചു പറയുന്നവർ മനസ്സിലാക്കുക, നിങ്ങളെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരുത്തൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കമൻ്റ് ഇടുന്നത് നിങ്ങളുടെ റൈറ്റാണ്, കമൻ്റ് ഇടാൻ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ കമൻ്റ് ഇടുന്നതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ ശ്രദ്ധിക്കണം. എനിക്ക് എൻ്റെ മുഖം കാണത്തില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്ന് ചിന്തിക്കുന്നവർക്കുള്ള കറക്റ്റ് എക്സാമ്പിളാണിത്. ഒരു സാധാരണക്കാരന് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ, ട്രേസ് ചെയ്യാൻ പറ്റിയെങ്കിൽ, ഒരു യൂട്യൂബറിന് ട്രേസ് ചെയ്യാൻ പറ്റിയെങ്കിൽ, സ്വാഭാവികമായിട്ടും ഒരു പോലീസുകാരനോ സൈബർ സെല്ലിനോ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തോന്നി അപരാധം പറയുന്നവനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ഈ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് വായി തോന്നിയ വൃത്തികേടുകൾ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക. നല്ലത് പറയുന്ന ആളുകളെയോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെയോ അല്ല ഞാൻ പറയുന്നത്, ബോധമില്ലാത്ത ടീംസിനെ കുറിച്ചാണ് പറയുന്നത്. നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇതിനെ അന്വേഷിച്ചിട്ടാണ് ഇതിന് കിട്ടിയത്. നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി നമ്മുടെ എൻ്റെ ഭാര്യനെ കുഞ്ഞുങ്ങളാണ് ഇവരേറ്റവും മോശം പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ അത് സക്സസ് ആയിട്ട് ഇവിടെ വന്നു. ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരെ കണ്ടെത്താൻ പറ്റി. ഇവരെന്നെ പറഞ്ഞതെന്നറിയോ, ഒരു പാവപ്പെട്ട വീട്ടിൽ വന്ന 5 ലക്ഷം ഞാൻ കണ്ടു ചേച്ചി, ഞാൻ കണ്ട് ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. നമ്മളറിയാം ചേച്ചി നമ്മളെ ഇപ്പോഴല്ലേ കാണുന്നേ, ആദ്യമായിട്ടല്ലേ കാണുന്നേ. 1.5 വർഷമായിട്ട് എന്തിനാ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാതെ പറയും. കാര്യം ചോദിക്കാൻ വേണ്ടി എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? കത്തി താഴെ വെക്ക്. എന്റെ പൊണ്ണു ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിരോധിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാം. ഇന്ന് കഥയാ പറയാൻ. ഏതായാലും മാന്യമായ ഡീലിങ്സ് ആയിരുന്നെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ കടയുടമ ഇനി അവരെ ഒന്ന് ഭയക്കും. ഇനി അവർക്ക് ആ ജോലി തുടരാൻ സാധിക്കുമോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് അവരർഹിക്കുന്നതാണ് കേട്ടോ. ഒരാളെക്കുറിച്ച് അറിയാതെ അവരുടെ വീഡിയോ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മറ്റ് പരപുരുഷ ബന്ധമുണ്ട്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, പുരുഷനെ അടിമയാക്കി എന്നൊന്നും ഇവർ കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകളോടുകൂടി നിങ്ങൾക്ക് പറയാം. ചുമ്മാ വായി തോന്നിയത് പറയുന്നതിന് ഗോസിപ്സ് എന്ന് പറയും. ആ ഗോസിപ്സ് പറയാതിരിക്കുക. ഗോസിപ്സ് പറയുന്നുണ്ടെങ്കിൽ അത് സഭ്യമായ രീതിയിൽ പറയുക, അല്ലാതെ ഇങ്ങനെ സ്ത്രീകളെയൊക്കെ വായി തോന്നുന്നതൊക്കെ ഒന്നും പറയാൻ നിൽക്കല്. ഏതായാലും ഇവരിത് കേസുമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു കോടതിയുടെ ഒരു സാധനം അറിയാമല്ലോ, ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേനും കേസ് ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചേച്ചി ഇവിടുന്ന് 2 ആഴ്ച കൂടുമ്പോൾ പോയി കോടതി പോയി ഹിയറിംഗ് ഇട്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും ഇത് തെളിയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിധിയൊക്കെ ഉണ്ടാവൂടെ. പക്ഷെ അത് വിധി ഉണ്ടാകുമ്പോഴത്തേനും ഒരു 3-4 വർഷത്തിൻ്റെ ഇടവേള എടുക്കും. ഞാൻ കോടതിയിൽ ചില പല വിഷയങ്ങളുമായിട്ട് കയറി ഇറങ്ങിയതാണ്. നമുക്ക് അതിൻ്റെ പ്രൊസീജിയറൊക്കെ ബേഷ ബോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ചേച്ചിക്ക് എൻ്റെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. ഫാമിലി ബ്ലോഗ്സ് ചെയ്യുന്നവരുടെ വകയെല്ലാം ഈ ഒരു VRN ലവിൻ്റെ സ്നേഹ സമ്മാനം ഞങ്ങളും ചേച്ചിക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നവരല്ല, വായി തോന്നിവാസം പറയുന്ന കമൻറ്റ് ബോക്സിൽ പറയുന്ന ആളുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അങ്ങനെ അപവാദം പറയുന്നവരും പറയാം കേട്ടോ. നിങ്ങൾക്കത് ശരിയാണെന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.